ഈ സെക്ഷനിൽ നമ്മൾ എ സി ബ്രിഡ്ജസിലെ ഒരു വേറെ ഒരു ബ്രിഡ്ജ്, അതായത് പിന്നെ മാക്സ്വെൽ ബ്രിഡ്ജിനെ പോലെയുള്ള ഒരു ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജിനെ പോലെയുള്ള ഒരു ബ്രിഡ്ജാണ് നമുക്ക് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും സാധാരണയായിട്ട് നമ്മുടെ സിലബസിൽ നമ്മൾ ഷെറിംഗ് ബ്രിഡ്ജും അതുപോലെ തന്നെ മാക്സ്വെൽസ് ബ്രിഡ്ജുമേ നമുക്ക് ചെയ്യാനുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൂ. അപ്പം നമ്മൾ ആൻഡേഴ്സൺ ബ്രിഡ്ജും അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആൻഡേഴ്സൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് പോർഷനാണ് മാക്സ്വെൽസ് ഇൻഡക്ഷൻ ബ്രിഡ്ജിൻ്റെ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജിൻ്റെ ഒരു അഡ്വാൻസ്ഡ് രൂപമാണ് എന്തെന്ന് പറയുന്നത് ആൻഡേഴ്സൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇക്വേഷനും ജസ്റ്റ് അതിനെക്കുറിച്ച് നമ്മൾക്കൊന്ന് അതിൻ്റെ കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതും ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻസും മാത്രം നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ആൻഡേഴ്സൺ ബ്രിഡ്ജ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ആദ്യം നമ്മൾ പറയുന്നത്. ഓക്കെ, ദ ആൻഡേഴ്സൺ ബ്രിഡ്ജ് ഗിവ്സ് അക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. The bridge is the advanced form of Maxwell's inductance capacitance bridge. In Anderson bridge, the unknown inductance is compared with a standard fixed resistance which is connected between two arms of the bridge. അതായത് നമുക്ക് കൺസ്ട്രക്ഷൻ കണ്ടാലേ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് എന്നുള്ളത് ആൻഡേഴ്സൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഡക്റ്റൻസിനെ മെഷർ ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആൻഡേഴ്സൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്ന് പറയുന്നതും അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ മാക്സ്വെൽസ് ബ്രിഡ്ജും തന്നെയാണ് ഇൻഡക്റ്റൻസും ആ ഇൻഡക്റ്റൻസിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മാക്സ്വെല്ലിൻ്റെ ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആൻഡേഴ്സൺ ബ്രിഡ്ജും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എന്ന് പറയുന്നത് മാക്സ്വെൽ ബ്രിഡ്ജിൻ്റെ ഒരു അഡ്വാൻസ്ഡ് രൂപമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതിൽ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വൈസാണ് ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡേഴ്സൺ ബ്രിഡ്ജ് ദ അൺനോൺ ഇൻഡക്റ്റൻസ് ഈസ് കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് കപ്പാസിറ്റൻസ്. അതായത് കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് കപ്പാസിറ്റൻസുമായിട്ട്. മറ്റേത് രണ്ട് ബ്രിഡ്ജ്, ഒരു ഇൻഡക്റ്റൻസ് ഒരു ബ്രിഡ്ജിൻ്റെ ഒരു ബ്രാഞ്ചിലായിരിക്കും. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജിൽ, മാക്സ്വെല്ലിൻ്റെ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജിൽ അതിൻ്റെ വേറൊരു ബ്രാഞ്ചിലായിരുന്നു നമ്മൾ കപ്പാസിറ്റൻസ് യൂസ് ചെയ്തത്, സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ്. മറ്റേ രണ്ട് ആംസ് എന്ന് പറയുന്നത് റേഷ്യോ ആമുകളായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും രണ്ട് റേഷ്യോ ആമുകളാണ് ഉണ്ടാവുക. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ് രണ്ട് ബ്രാഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നത്. ഒരു ബ്രാഞ്ചിലായിട്ടല്ല കൊടുക്കുന്നത്, രണ്ട് ബ്രാഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കാം. ഓക്കെ, കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. E1 എന്ന് പറയുന്നത് E2 E3 എന്ന് പറയുന്നതാണ് ഓരോ റേഷ്യോ ആംസിൽ ഉണ്ടാവുന്ന വോൾട്ടേജിനെയാണ്. അപ്പോൾ അത് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് എക്കും സിക്കും എക്രോസ് ആയിട്ടാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഗാൽവനോമീറ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട് നൾ ഡിറ്റക്ടറായിട്ട്. അതിന് സീരീസ് ആയിട്ട് നമ്മൾ ബാക്കിയുള്ളതിലൊന്നുമില്ലാതെ ഒരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ 6 നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ റേഷ്യോ ആമുകളായിട്ട് R2 R3 എന്നിവ കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് കാണാനുള്ള ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് L1ഉം അതിൻ്റെ കൂടെ കറണ്ട് ലിമിറ്റിംഗ് ആയിട്ടുള്ള R1ഉം ആണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൊടുക്കുന്നത് പിന്നെ അതുപോലെ റേഷ്യോ ആമാണ്. അതുപോലെ തന്നെ നാലാമത്തേതായിട്ട് ഒരു വേരിയബിൾ റെസിസ്റ്റൻസും നമ്മൾ R4 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ കൊടുക്കുന്നത്. സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ കൊടുക്കുന്നത് BD എന്ന് പറയുന്നതിന് എക്രോസ് ആയിട്ടാണ് നമ്മൾ നൾ ഡിറ്റക്ടർ കൊടുത്തിരുന്നത്. അവിടേക്കും
അതുപോലെ തന്നെ സി എന്നുള്ള ടേമിനും എക്രോസ് ആയിട്ട്, അതായത് ഈ രണ്ട്, അതായത് ബി സി എന്ന് പറഞ്ഞ ബ്രാഞ്ചിനും സി ഡി എന്ന് പറഞ്ഞ ബ്രാഞ്ചിനും ഇടയിലായിട്ടാണ്, രണ്ട് ബ്രാഞ്ചിൻ്റെയും ഇടയിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ് സി കൊടുക്കുന്നത്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ R3 R1 കൺസിഡർ ചെയ്യേണ്ടി വരും, R2 കൺസിഡർ ചെയ്യേണ്ടി വരും, R3 R4ഉം സിയും അതുപോലെ തന്നെ ആറും എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദ ബ്രിഡ്ജ് ഹാസ് 4 arms AB, BC, CD and AD. The arm AB consists of unknown inductance along with resistance. അതായത് AB എന്ന് പറയുന്നത് എന്താണ്, along with resistance എന്ന് പറയുന്നത്, അതായത് 4 ആമുകളാണുള്ളത്. AB, BC, CD and AD എന്ന് പറഞ്ഞ 4 ആമുകളാണുള്ളത്. എല്ലാ ബ്രിഡ്ജസിൻ്റെയും പോലെ 4 ആംസ് ആണുള്ളത്. അതിൽ AB എന്നത് കൺസിഡർ ചെയ്യാൻ നമ്മൾ അളക്കേണ്ട അൺനോൺ ഇൻഡക്റ്റൻസും അതുപോലെ തന്നെ വിത്ത് റെസിസ്റ്റൻസ് ആണ്. അൺനോൺ ഇൻഡക്റ്റൻസ് വിത്ത് റെസിസ്റ്റൻസ് ആണ് ഒന്നാമത്തെ AB എന്ന് പറഞ്ഞിടത്തുണ്ടാവുക. ദ അതർ 3 ആം കൺസിസ്റ്റ് ഓഫ് പ്യുവർലി റെസിസ്റ്റീവ് ആംസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സർക്യൂട്ട്. അതായത് ബാക്കിയുള്ള 4 ആമിലും, അതായത് R2, R3, R4 എന്ന് പറയുന്ന 4 ആമിലും എന്താണ്, പ്യുവർ റെസിസ്റ്റൻസുകൾ. അതായത് നമുക്കറിയാം R1, R2, R3 AB മാത്രമേ ഇൻഡക്റ്റൻസ് ഉള്ളൂ. പിന്നെ BC ആയാലും CD ആയാലും AD ആയാലും എന്താണ്, റെസിസ്റ്ററുകൾ മാത്രമേ ഉള്ളൂ. The static capacitor and the variable resistor is connected series and parallel, placed in parallel with CD arm. അതായത് ദ സ്റ്റാറ്റിക് കപ്പാസിറ്റർ ആൻഡ് വേരിയബിൾ, അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിക് കപ്പാസിറ്റർ അതുപോലെ ഒരു വേരിയബിൾ റെസിസ്റ്ററും സീരീസ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും ഇൻ പാരലൽ വിത്ത് CD ആം. എന്തിന്, നമ്മളെ ഗാൽവനോമീറ്ററും സീരീസ് ആയിട്ടും CDക്ക് പാരലായിട്ടുമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ വോൾട്ടേജ് സോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്തിനെ അക്രോസ് ആയിരിക്കും, എക്കും സിക്കും എക്രോസ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, വോൾട്ടേജ് സോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് കൂടുതലായിട്ടൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് സാധാരണ രീതിയിൽ നമുക്ക് ആൻഡേഴ്സൺ ബ്രിഡ്ജ് നമ്മളെ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാത്തത് കൊണ്ട് തന്നെ ആൻഡേഴ്സൺ ബ്രിഡ്ജിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട, കൂടുതൽ നമ്മളതിൻ്റെ ഡെഫിനിഷൻ, അതായത് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫുള്ളായിട്ട് എഴുതി പഠിക്കേണ്ട ഒരു കാര്യം നമുക്ക് വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് ആൻഡേഴ്സൺ ബ്രിഡ്ജ് എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. മാക്സ്വെൽ ബ്രിഡ്ജും അതുപോലെ തന്നെ ഷെറിൻ ബ്രിഡ്ജുമാണ് നമ്മുടെ സിലബസിൽ കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. പക്ഷേ ഇത് നമ്മൾ ജസ്റ്റ് അതിനെക്കുറിച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണം, അറിയണം എന്ന് എന്ത് ചെയ്യണം, കണ്ടൻസിൽ നമ്മളോട് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻഡേഴ്സൺ ബ്രിഡ്ജും കൂടി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ L1 എന്ന് പറയുന്ന അൺനോൺ ഇൻഡക്റ്റൻസ് ഹാവിംഗ് റെസിസ്റ്റൻസ് R1ഉം R2, R3, R4 എന്നിവ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് നമുക്ക് വാല്യൂ അറിയാം പക്ഷേ ഇൻഡക്റ്റൻസ് തീരെ ഇല്ലാത്ത റെസിസ്റ്റൻസ് ടെർമിനൽസ് ആണ് R2, R3, R4 എന്ന് പറയുന്നത്. C4 എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് R1ഉം കാണണം L1ഉം കാണണം. അതുകൊണ്ട് R1 ഈസ് ഈക്വൽ ടു R1 R3 ഡിവൈഡഡ് ബൈ R4 മൈനസ് R1, അതായത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1 ഈസ് ഈക്വൽ ടു R1 R3 R4. അതായത് നമുക്ക് എന്താ അറിയാവുന്ന R1 R3 R4 മൈനസ് നമ്മളെ R1 എന്ന് പറയുന്നതാണ് എന്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതുപോലെ L1 എന്ന് പറയുന്നത് C R3 ഡിവൈഡഡ് ബൈ R4 ഇൻറ്റു 4 R4 പ്ലസ് R2 പ്ലസ് R2 R4 എന്നുള്ളതാണ് ഇതിൻ്റെ L1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ R1ഉം കിട്ടും, ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, L1ഉം കിട്ടും. അപ്പോൾ അത്രയാണ് എന്ത് എന്ന് പറയുന്നത്, ആൻഡേഴ്സൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആൻഡേഴ്സൺ ബ്രിഡ്ജ് എന്താണ്, നമ്മുടെ ഒരു മാക്സ്വെൽസ് ബ്രിഡ്ജിൻ്റെ അഡ്വാൻസ്ഡ് ഫോം ആയതുകൊണ്ടും നമ്മുടെ കണ്ടൻസിൽ സിലബസിൽ നമ്മളത് കൂടുതലായിട്ട് പ്രതിപാദിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കണ്ടൻസിൽ ആൻഡേഴ്സൺ ബ്രിഡ്ജ് പറഞ്ഞതുകൊണ്ടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻഡേഴ്സൺ ബ്രിഡ്ജ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്രിഡ്ജും കൂടി നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, AC ബ്രിഡ്ജസ് ആയിട്ട്
പഠിക്കാനുള്ള. വേറെ ഇതിലധികം ബ്രിഡ്ജസ് നമുക്ക് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ പോകുമ്പോൾ സിലബസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, അത് കൂടുതൽ ബ്രിഡ്ജസ് നമുക്ക് എന്ത് ചെയ്യാം, AC ബ്രിഡ്ജസും DC ബ്രിഡ്ജസും നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ.